ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഇത് നമ്മുടെ 41ാമത്തെ പാർട്ടാണ്. നമുക്കെന്നാ പാട്ടിലേക്ക് പോയാലോ. നിർത്താതെയുള്ള കോണിമ്പല്ലിന്റെ ശബ്ദം കേട്ടാണ് രേവതി അടുക്കളയിൽ നിന്നും വാതിലിനരികിലേക്ക് വന്നത്. വാതിലിലെ ലോക്ക് തുറന്ന് പതിയെ പുറത്തേക്ക് നോക്കിയതും പുറത്തു നിൽക്കുന്ന ആളെ കണ്ട് അവൾ ശരിക്കും ഞെട്ടിയിരുന്നു. ദേവസാറെന്തവിടെ? അവൾ അതിശയത്തോടെ വാതിൽ തുറന്നുകൊണ്ട് ചോദിച്ചു. കിന്നാരം ചോദിക്കാതെ വാതിൽ തുറക്കു പെണ്ണേ. ദേവ അത് പറഞ്ഞ് വാതിൽ മുഴുവനായി തുറന്നകത്തേക്ക് കയറി. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ സാറേന്ന് വിളിക്കരുതെന്ന്. നിനക്കെന്താ എന്നെ ദേവേട്ടാന്ന് വിളിച്ച? ദേവ ഇരു കൈകളും കെട്ടിയെന്നുകൊണ്ട് അവളോട് ചോദിച്ചു. അത് പെട്ടെന്ന് ഞാൻ അറിയാതെ വിളിച്ചതാ. ദേവേട്ടൻ പോയിക്കോ, ആരെങ്കിലും കാണൂ, അവൾ ടെൻഷനോടെ പറഞ്ഞു. നിന്നെ കാണാൻ ഞാൻ ഗേറ്റിനരികെ വന്ന് താഴെ നിൽക്കുമ്പോ താഴെ ഹൗസ് ഓണറുടെ വീട്ടിൽ ആരെയും കാണാനില്ല. അപ്പൊ ഞാൻ പതിയെ കയറി വന്നത് എവിടേക്ക്? അത് പറഞ്ഞ ദേവ ഹാളിലെ സെറ്റിയിൽ വന്നിരുന്നു. ഇതെന്ത് പൊടിയിരിക്കണേ? ദേവട്ടൻ പോവാൻ നോക്കി, എനിക്ക് പേടിയുണ്ട്. രേവതി അവനെ നോക്കി കണ്ണുറ്റിക്കൊണ്ട് പറഞ്ഞു. ഞാൻ പോവാനല്ല വന്നത്, നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ? പാർവണ ഇല്ലാതെ നീ ഇങ്ങനെ ഒറ്റയ്ക്ക് എവിടെ ഇരിക്കും? അതുകൊണ്ട് ഞാൻ നിനക്കൊരു കൂട്ട് വന്നതാ. അങ്ങനെ ദേവേട്ടന്റെ കൂട്ട് എനിക്ക് വേണ്ട. താഴെ ഹൗസ് ഓണറുടെ മകൾ ഭാരത കുറച്ചു കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരും. അവൾ ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത്. അതിനെന്താ, വന്നോട്ടെ, നീ എന്തെങ്കിലും പറഞ്ഞ് തിരികെ വിട്ടാ മതി. ഞാൻ ഇവിടെ നിനക്കൊരു കൂട്ടായിട്ട് ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ ഇവിടെ ഇരിക്കണ്ട, മോൻ പോവാൻ നോക്കിയേ. അത് പറഞ്ഞതും അടുക്കളയിൽ നിന്നും കരിഞ്ഞ മണമൊന്നും ഒരുമിച്ചായിരുന്നു. അയ്യോ എന്റെ കറി! അത് പറഞ്ഞ അവൾ നേരെ അടുക്കളയിലേക്ക് ഓടി. അവൾക്ക് പിന്നാലെ ചെറിയൊരു ചിരിയോടെ ദേവയും. ഇതേ വേട്ടം കാരണം എന്റെ കറി മൊത്തം നാശായി. അവൾ ഗ്യാസ് ഓഫ് ചെയ്ത് കരിഞ്ഞ പത്രം സിങ്കിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. അതിനെന്താ, ദേവുട്ടിക്ക് കറി വേണോ? നീ പറഞ്ഞ ഞാൻ എത്ര കറി വേണമെങ്കിലും ഉണ്ടാക്കി തരാലോ. ദേവ അവളെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യടാ, എനിക്ക് ഒരു കറിയും വേണ്ട. ഇയാളൊന്ന് വേഗം പോവാൻ നോക്കിയേ. അവൾ അവന്റെ കൈ അവന്റെ മേലിൽ നിന്നും എടുത്തുകൊണ്ട് പറഞ്ഞു. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഇന്ന് ഇവിടെ നിൽക്കും, അത് ഉറപ്പാണ്. ദേവയും വിട്ടുകൊടുക്കാതെ തന്നെ പറഞ്ഞു. ദേവേട്ട പ്ലീസ്, നമ്മുടെ കാര്യം ആർക്കും അറിയില്ല ഇവിടെ. അതിനിടയിൽ ഇങ്ങനെയൊക്കെ ശരിയാവില്ല. ദേവേട്ടൻ പോയേ, അവൾ അപേക്ഷയോട് പറഞ്ഞു. നീ ഇങ്ങനെ പേടിക്കാതിരിക്കും പെണ്ണേ. ഞാൻ ഇവിടേക്ക് വന്ന് ആരും കണ്ടിട്ടില്ല. അതുപോലെ നാളെ രാവിലെ നേരം വെളുക്കും മുമ്പ് ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം. ഒരു മനസമാധാനം കിട്ടുന്നില്ലടി. നീ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ എന്തോ പറ്റുന്നില്ല, അതാ ഞാൻ ഇവിടേക്ക് വന്നേ. ദേവസങ്കടത്തോടെ പറഞ്ഞു. ആ ഡയലോഗിൽ രേവതിയും ഫ്ലാറ്റായി. നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ, വിശന്നിട്ട് വയ്യ. ദേവ അത് പറഞ്ഞ് കൈ കഴുകി നേരെ ഡൈനിങ് ടേബിളിലേക്ക് ചെന്നിരുന്നു. രേവതി ഒരു ചിരിയോടെ ചോറും കറിയും എല്ലാം എടുത്ത് മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. ദേവ അപ്പോഴേക്കും പ്ലേറ്റ് എല്ലാം എടുത്തു വെച്ച് റെഡിയായിരുന്നു. രേവതി വന്നതും പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പി അതിലേക്ക് കറിയും ഒഴിച്ച് അച്ചാറും പപ്പടവും ഉണ്ടായിരുന്നു. എന്താ നോക്കിയിരിക്കണേ, കഴിക്കുന്നേ വേട്ടാ? പ്ലേറ്റിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന ദേവിയെ നോക്കി രേവതി പറഞ്ഞു. നീ കഴിക്കുന്നില്ലേ? ദേവട്ടൻ കഴിക്കി, അത് കഴിഞ്ഞ് ഞാൻ കഴിക്കാം. അങ്ങനെ ഇപ്പൊ എന്നെ ഒറ്റയ്ക്ക് കഴിപ്പിക്കണ്ട, നീയും കൂടി ഇരിക്കി. അത് പറഞ്ഞ ദേവ അടുത്തുള്ള ചെയർ വലിച്ചിട്ട് അതിലേക്ക് രേവതിയെ കൂടെ ഇരുത്തി. ശേഷം തന്റെ മുമ്പിലുള്ള പ്ലേറ്റ് രേവതിയുടെ നേർക്ക് വെച്ചു കൊടുത്തു. രേവതി ആണെങ്കിൽ എന്താ എന്ന ഭാവത്തിൽ ദേവയും തന്റെ മുന്നിലിരിക്കുന്ന പ്ലേറ്റിലേക്ക് മാറി മാറി നോക്കി. മിഴിച്ചിരിക്കാതെ ചോറിങ്ങോട്ട് വാരത്താ പെണ്ണേ, ദേവ അവളെ നോക്കി പറഞ്ഞു. രേവതി ഒന്ന് ആലോചിച്ചിരുന്ന ശേഷം പ്ലേറ്റിൽ നിന്ന് ചോറെടുത്ത് അവന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ആദ്യം ചെറിയൊരു മടിയുണ്ടെങ്കിലും പിന്നീട് അത് മാറി. അവന് വാരി കൊടുക്കുന്നതിനൊപ്പം അവളും കഴിച്ചിരുന്നു. ഭക്ഷണം എല്ലാം കഴിച്ച് പ്ലേറ്റെല്ലാം അടുക്കളയിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോഴാണ് വീണ്ടും കോണിമ്പല്ലടിക്കുന്ന ശബ്ദം അവൾ കേട്ടത്. അത് കേട്ടതും രേവതിക്ക് ആകെ പേടിയാവാൻ തുടങ്ങിയിരുന്നു. ദേവേട്ട വെറുതെയായിരിക്കും, എനിക്ക് പേടിയാവണോ? അവൾ ആകെ ഭയത്തോടെ പറഞ്ഞു. നീ ഇങ്ങനെ പേടിക്കാതെ, നീ ഒരു കാര്യം ചെയ്യ്, ചെന്ന് വാതിൽ തുറക്ക്, എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ അവളെ പറഞ്ഞയക്കി, ഞാൻ റൂമിലിരിക്കാം. അത് പറഞ്ഞ് ദേവ റൂമിലേക്ക് കയറിപ്പോയി. രേവതി ചെറിയൊരു പേടിയോടെ ചെന്ന് വാതിൽ തുറന്നു. പ്രതീക്ഷ പോലെ അത് വെറുതെ തന്നെയായിരുന്നു. ഞാൻ എത്ര നേരമായി ചേച്ചി ബെല്ലടിക്കണു? ചേച്ചി ഇതെവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ ബാത്റൂമിലായിരുന്നു, അതാ കേൾക്കാഞ്ഞേ. വരതെന്താ ഈ സമയത്ത്?
ഇതപ്പ നന്നായ ചേച്ചി ഇവിടെ ഒറ്റയ്ക്കല്ലേ, അപ്പൊ ചേച്ചിക്ക് കൂട്ടുകിടക്കാൻ വേണ്ടി വന്നതാ. പാർവണ ചേച്ചിയാണെങ്കിൽ ഒരു 100 തവണയെങ്കിലും വിളിച്ചിട്ടുണ്ടാവും ചേച്ചിയുടെ അടുത്ത് എത്തിയോന്ന് ചോദിച്ചിട്ട്. അവൾ അത് പറഞ്ഞ അകത്തേക്ക് കയറാൻ നിന്നതും രേവതി അവളെ തടഞ്ഞു. അയ്യോ അതിന്റെ ആവശ്യമൊന്നുമില്ല, മോള് പോയി കിടന്നോ, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നുകൊണ്ട് കുഴപ്പമില്ല. വേണ്ട ചേച്ചി, ഒറ്റയ്ക്ക് കിടക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ചേച്ചിയുടെ കൂടെ കിടന്നോളാം, അവൾ വീണ്ടും പറഞ്ഞു. അതെനിക്ക് കുറെ വർക്കുകളുണ്ട് ഓഫീസിലെ, അതുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് മോള് പൊക്കോ. എന്തൊക്കെ പറഞ്ഞിട്ടും വെറുതെ തിരിച്ചു പോവാൻ കൂട്ടാക്കുന്നില്ല. കുട്ടി, ഞാൻ പറയണൊന്ന് കേക്ക്, കുട്ടി കൂടെ ഇവിടെ ഉണ്ടെങ്കിൽ അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക, അതുകൊണ്ട് കുട്ടി പൊക്കോ. രേവതി സ്വരം കടുപ്പിച്ച് പറഞ്ഞു. വരതൊന്നും മിണ്ടാതെ തിരിച്ചുപോയി. അവളോട് അങ്ങനെ പെരുമാറിയതിൽ രേവതിക്കും ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. അവൾ വാതിൽ ലോക്ക് ചെയ്ത് അടുക്കളയിലേക്ക് തിരിച്ചുപോയി. അവിടുത്തെ പണികളെല്ലാം ഒരുവിധം ഒതുക്കിയ ശേഷം റൂമിലേക്ക് തന്നെ വന്നു. ദേവ ബെഡ് റെസ്റ്റ് ചാരിയിരുന്ന് ഫോണിൽ നോക്കുമായിരുന്നു. ദേവേട്ടൻ എനിക്ക് ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചു തരാം. അത് പറഞ്ഞതും ദേവ ബെഡിൽ നിന്ന് എണീറ്റു. താനിവിടെ കിടന്നോ, ഞാൻ ഹാളിൽ കിടക്കാം. അത് പറഞ്ഞ് ദേവ പുറത്തേക്ക് ഇറങ്ങി. വേണ്ട ദേവേട്ടാ, ദേവേട്ട ഇവിടെ കിടന്നോ, ഞാൻ അവിടെ കിടക്കാം. വേഗം വിരിച്ച് കിടന്നുറങ്ങാൻ നോക്കു പെണ്ണെ. അത് പറഞ്ഞ് ദേവ ഹാളിലേക്ക് പോയി. രേവതി കിടക്ക് കുടഞ്ഞു വിരിച്ച് ബെഡിൽ കിടന്നു. കുറച്ചു കഴിഞ്ഞും തന്റെ അരികിൽ ആരോ കിടക്കുന്നുണ്ടെന്ന് മനസ്സിലായതും രേവതി ഞെട്ടിപ്പടഞ്ഞ് ലൈറ്റ് ഇട്ടു. എന്തോടി? ദേവ മുഖത്തേക്ക് ലൈറ്റ് അടിച്ചാൻ ഇഷ്ടത്തോടെ ചോദിച്ചു. ദേവട്ടെ ഹാളിൽ കിടക്കാന്നല്ലേ പറഞ്ഞേ, പിന്നെന്തിനും ഇവിടെ വന്ന് കിടക്കണേ? പിന്നെ ഞാനും ഇവിടെ നിന്നോടൊപ്പം കിടക്കാന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കോ? ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ. നീ ലൈറ്റ് ഓഫ് ചെയ്ത് വന്ന് കിടക്ക്. പറ്റില്ല, ദേവേട്ടന് കൂടെ കിടന്നോ, ഞാൻ അവിടെ കിടന്നോണ്ട്. അത് പറഞ്ഞ രേവതി തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും ദേവ അവളുടെ കയ്യിൽ പിടിച്ചു. നീ ഇവിടെ എന്നോടൊപ്പം കിടന്നു എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല, അതുകൊണ്ട് പൊന്നു മുകളിൽ ലൈറ്റ് ഓഫ് ചെയ്ത് വന്നിട്ട് ഇവിടെ വന്ന് കിടന്നേ, അല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം നീ കാണൂട്ടാ. ദേവ അത് നല്ല ദേഷ്യത്തിലായിരുന്നു പറഞ്ഞത്. എങ്കിലും രേവതി അവന്റെ കൈ വിടുവിച്ച് ഹാളിലേക്ക് പോകാൻ നിന്നെങ്കിലും ദേവ അത് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ അവൾ ബെഡിൽ കുറച്ച് ഗ്യാപ്പിട്ട് കിടന്നു. ദേവ പതിയെ അവളെ വിളിച്ചു. എന്താ ദേവട്ട? അവൾ അവന് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ നിന്റെ വീട്ടിൽ വന്ന് സംസാരിക്കട്ടെടി, എനിക്ക് നീ അല്ലാതെ പറ്റില്ല. ഈ ഒരാഴ്ച തന്നെ നിന്നെ കാണാതെ എനിക്ക് എത്ര സങ്കടമായിന്നറിയോ, അതാ ഞാൻ ഇവിടേക്ക് ഓടി വന്നേ. ദേവ അവളുടെ മുഖം തൻ്റെ കൈകളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു. എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ തുമ്പി, അവൾക്കൊരു ജീവിതമില്ലാതെ എനിക്ക് നല്ലൊരു ജീവിതം വേണ്ട ദേവേട്ട, കുറച്ചുകൂടെ കാലം കാത്തിരിക്കേ, അവൾ പതിയെ പറഞ്ഞു. മറുപടിയായി ദേവ ഒന്ന് മൂളുക മാത്രം ചെയ്തു. ദേവതയുടെ ഫോൺ റിങ് ചെയ്തതും അവൾ പെട്ടെന്ന് ഞെട്ടി എണീറ്റു. ദേവേട്ട, ശബ്ദം ഉണ്ടാക്കല്ലേ, തുമ്പിയോ വിളിക്കണേ. അവൾ അത് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ തുമ്പി, കിടന്നോ നീ? രേവതി ചോദിച്ചു. ഞാൻ കിടക്കായിരിക്കായിരുന്നു, അപ്പം നിന്നെ ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചു. ഭക്ഷണം കഴിച്ചോ നീ? കഴിച്ചു. നീയോ? കഴിച്ചു. ഞാൻ നാളെ വരൂട്ടോ. എന്തപ്പോ പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? അങ്ങനെ ചോദിച്ചാ വൈകുന്നേരം നീ പോയതിനു ശേഷം ശിവസാർ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് നാളെ തന്നെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. അതും നല്ല സ്നേഹത്തോടെയാണ് സംസാരിച്ച. പഴയ കലിപ്പ് മോടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ഛനോട് ഒരുപാട് സംസാരിച്ചുത്രേ. പാർവണ പറയുന്നത് കേട്ട് അന്തം വിട്ടിരിക്കായിരുന്നു ദേവ. ശിവ അവളെ വിളിച്ചുവെന്നും സംസാരിച്ചുവെന്നും ദേവയ്ക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. നീ നാളെ എപ്പോഴാ വരിക? നാളെ ഉച്ചയ്ക്ക് മുമ്പ് എത്താനാണ് സാറ് പറഞ്ഞേ. ആരുവിൻ്റെ ഒഴിവ് നോക്കിയിട്ട് വേണം വരാൻ. എന്തായാലും നീ നിന്റെ തീരുമാനം മാറ്റിയത് നന്നായി, രേവതി ചിരിയോടെ പറഞ്ഞു. ഒരു കാര്യം ഞാൻ ചോദിക്കാൻ മറന്നു. ഭാരത എന്നെ വിളിച്ചിരുന്നു, നീ എന്താ അവളെ തിരിച്ചു പറഞ്ഞു വിട്ടെ? അത് എനിക്ക് ഓഫീസിലെ കുറെ വർക്ക് ചെയ്യാനുണ്ട്. അതിനിടയിൽ ആ കുട്ടിയെ കൂടെ ഇവിടെ വിളിച്ചു വരുത്തി എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കണേന്ന് തോന്നി, അതാ ഞാൻ പോയിക്കൊള്ളാൻ പറഞ്ഞത്. എന്നാലും അത് വേണ്ടായിരുന്നു കേട്ടാ. നീ അവിടെ ഒറ്റയ്ക്കല്ലേ? ഇല്ലടി, അതൊന്നും കുഴപ്പമില്ല. അതേസമയം തന്നെ ശിവദേവയുടെ ഫോണിലേക്കും വിളിച്ചിരുന്നു. അതെന്തൊരു ശബ്ദം ദേവു? പാർവണ സംശയത്തോടെ ചോദിച്ചു. അത് ടി വിയിലാണ്, രേവതി പതർച്ചയോടെ പറഞ്ഞു.
ഇനി TV ഒന്ന് കണ്ടോണ്ടിരിക്കണ്ട, വേഗം പോയി കിടക്കാൻ നോക്കിയേ. വീണ്ടും ദേവയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അവൻ വേഗം കോൾ കട്ട് ചെയ്ത് ബെഡിൽ നിന്ന് എണീറ്റതും ബെഡിന്റെ സൈഡിലൂടെയുള്ള ടേബിളിൽ കാലിടിച്ചതും ഒരുമിച്ചായിരുന്നു. ആ! അവൻ വേദന കൊണ്ട് ശബ്ദമുണ്ടാക്കി. ദേവു, അതാരുടെ സൗണ്ടാ? പാർവണ കൂടുതൽ സംശയത്തോടെ ചോദിച്ചു. ശബ്ദം ഞാനൊന്നും കേട്ടില്ലല്ലോ, നിനക്ക് തോന്നിയതായിരിക്കും, രേവതി പറഞ്ഞു. അല്ല, ഞാൻ കേട്ടു. ഇല്ലടി, നിനക്ക് മൊത്തം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പേ പാർവണ കോള് കട്ട് ചെയ്തു. ദേവേട്ട, തുമ്പിക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്, അവൾ പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. രേവതി നിറമൊഴികളോടെയാണ് അത് പറഞ്ഞത്. അതൊന്നും ആയിരിക്കില്ല, സംശയം തോന്നാൻ ഇപ്പൊ എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങളുടെ നാടൊരു കാട്ടുമുക്കല്ലേ, അപ്പൊ റേഞ്ച് ഒന്നും കാണില്ല, അതായിരിക്കും കോള് കട്ടിയത്, ദേവ നിസാരമായി പറഞ്ഞു. വീണ്ടും ബെഡിലേക്ക് ഇരുന്നു. ഇവൻ കാരണതുണ്ടായേ, അത് പറഞ്ഞ ദേവ ശിവയെ തിരിച്ചു വിളിച്ചു. നീ എവിടെയാ? കോളെടുത്തെന്ന് ശിവ ചോദിച്ചു. ഞാൻ അത് എന്തിനാ നീ വിളിച്ചേ? ദേവ പെട്ടെന്ന് തിരികെ ചോദിച്ചു. ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം അതല്ലല്ലോ ദേവ, നീ ഇപ്പൊ എവിടെയാന്ന് അത് പറ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. ഏത് ഫ്രണ്ട്? അത് നിനക്കറിയാത്തൊരു ഫ്രണ്ടാ. എനിക്കറിയാത്ത ഏത് ഫ്രണ്ടാ? അതും നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റുള്ള വീട്ടിൽ നിനക്കുള്ളത്. ശിവ എല്ലാം അറിഞ്ഞെന്ന് അതിൽ നിന്നും ദേവയ്ക്ക് മനസ്സിലായി. എന്റെ വിചാരം എന്താ, കണ്ണടച്ച് പാലൊടിച്ച് ഒന്നും അറിയില്ല എന്നാ. ഞാൻ ഇവിടെ ബാൽക്കണിയിൽ നിൽക്കുമ്പോ അതാരോ ഫ്രണ്ടിലുള്ള വീടിന്റെ മുന്നിൽ മതിൽ ചാടുന്നു. അതാരാ പോയെന്ന് വിചാരിച്ച് ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കിയപ്പോഴല്ലേ ആളെ മനസ്സിലായത്, ഒരു കള്ളക്കുറുക്കനാണെന്ന്. ശിവ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. കണ്ടുവല്ലേ? ദേവ ചിരിയോടെ ചോദിച്ചു. ഇന്നിനി വരില്ലല്ലോ? ശിവ തിരിച്ചു ചോദിച്ചു. ഞാൻ നാളെ രാവിലെ വരാം, ഇവിടെ ഉള്ള ഒറ്റയ്ക്കല്ലേ, അപ്പൊ ഒരു കൂട്ടിന്. ശരി, പക്ഷെ ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ, എനിക്ക് ചിലതൊക്കെ മനസ്സിലാവുന്നുണ്ട്, ശിവ ആക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് തന്നെ എനിക്കും പറയാനുള്ളേ, എനിക്കും ചിലത് മനസ്സിലാവുന്നുണ്ട്. ദേവൻ തിരിച്ച് ശിവക്കിട്ടൊന്ന് താങ്ങി. എന്തു മനസ്സിലായിന്ന് ശിവ മനസ്സിലാവാതെ ചോദിച്ചു. ഇപ്പൊ പഴയ പോലൊന്നും അല്ല നീ, രാവിലെ ആരേക്കോ വിളിക്കില്ലാന്നോ, വേണമെങ്കിൽ ഓഫീസിൽ വന്നാ മതിയെന്നോ എന്നൊക്കെ പറഞ്ഞു പോയിട്ട് അവസാനം ചിലരെയൊക്കെ വിളിച്ചിട്ട് നാളെ രാവിലെ അല്ല ഉച്ചയ്ക്ക് മുമ്പ് ഓഫീസിലെത്തണം എന്നൊക്കെ പറഞ്ഞത് ഞാൻ അറിഞ്ഞു, ദേവ തിരിച്ചു പറഞ്ഞു. അതിനെന്താ, ഓഫീസിൽ ഞാൻ ശമ്പളം കൊടുക്കുന്ന സ്റ്റാഫ് ഓഫീസിൽ വന്നില്ലെങ്കിൽ അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ, അതുകൊണ്ട് വിളിച്ചു എന്നുള്ളോ. എന്നാ ശരി, ഗുഡ് നൈറ്റ്, അത് പറഞ്ഞ് ശിവ വേഗം കോള് കട്ട് ചെയ്തു. രേവതി അപ്പോഴേക്കും ടെൻഷനോടെ നഖം കടിച്ച് കിടക്കുമായിരുന്നു. എന്റെ പൊന്നു ദേവുട്ടി, നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചാ നഖം മൊത്തം കടിച്ച് കളയല്ലേ? എനിക്ക് പേടിയാവുണ്ട് ദേവട്ടാ. ആണോ? എന്നാ പേടി മാറാനൊരു സൂത്രണ്ട്, അത് പറഞ്ഞ് അവൻ തന്നെ അവളുടെ മേൽ കൈവച്ചു. അയ്യടാ, സൂത്രമൊക്കെ സ്വന്തം കയ്യിൽ വെച്ചാ മതി, അത് പറഞ്ഞ് അവൾ അവനെ തട്ടി മാറ്റി. കുറെ സംസാരിച്ച് അവർ അങ്ങനെ കിടന്നുറങ്ങി. ഒന്നുറങ്ങി എണീറ്റ ദേവ ടേബിളിൽ നിന്നും കൈയെത്തിച്ച് വെള്ളം എടുത്ത് കുടിച്ച ശേഷം രേവതി ഒന്ന് നോക്കി. അവൾ നല്ല ഉറക്കത്തിലാണ്. ദേവ പതിയെ അവളുടെ മുഖത്തേക്ക് വീണ മുടിയിഴകൾ ഒതുക്കി വെച്ചതും അവളൊന്ന് ചിനിങ്ങിക്കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. അത് കണ്ട ദേവയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിടർന്നു. അവനോളെ നെഞ്ചോട് ചേർത്ത് കിടന്നു. രാവിലെ ഫോണിൽ അലാറം കേട്ടാണ് രേവതി എണീറ്റത്. എണീറ്റ് നോക്കുമ്പോൾ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ദേവയാണ് അവൾ കണ്ടത്. തൻ്റെ കൈയും അവനെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവൾ ചെറിയൊരു ചമ്മലോടെ അവനെ തന്നെ നടത്തി മാറ്റി. കുറച്ചു നേരം കൂടെ, അത് പറഞ്ഞ ദേവ അവളെ വീണ്ടും കെട്ടിപ്പിടിച്ചു. അങ്ങനെ കുറച്ചു നേരം കൂടെ വേണ്ട, നേരം എടുക്കും മുമ്പ് പൊക്കോ, ആരെങ്കിലും കാണും, അത് പറഞ്ഞ അവൾ ബെഡിൽ നിന്ന് ഇറങ്ങി മുടി നന്നായി നെറുകയിൽ കെട്ടിവെച്ചു. ഞാൻ പോവണോ? അവൻ ചോദിച്ചു. പിന്നെ പോവാതെ? രേവതി കണ്ണൂറ്റിക്കൊണ്ട് പറഞ്ഞു. എന്നാ ഞാൻ പോവാ, പക്ഷെ എനിക്കൊരു സമ്മാനം വേണം, ദേവ അവൾക്ക് നേരെ നടന്നുകൊണ്ട് വന്ന് പറഞ്ഞു. സമ്മാനോ? എന്ത് സമ്മാനം? മനസ്സിലാവാതെ ചോദിച്ചു. അവൻ മറുപടി നൽകാതെ
കവൾ കാണിച്ചു കൊടുത്തു. അയ്യടാ, ഒരു സമ്മാനം വാങ്ങിക്കാൻ വന്നിരിക്കണു. അത് പറഞ്ഞ രേവതി അവനെ ബെഡിൽ നിന്നും തള്ളി താഴെയിട്ടു. എന്നിട്ട് ഹാളിലേക്ക് ഓടി. ഒരു കള്ളച്ചിരിയോടെ അവൾക്ക് പിന്നാലെ ദേവയും. ഹാളിലേക്ക് ഓടിയെത്തിയ രേവതി പെട്ടെന്ന് സ്റ്റക്കായി നിന്നു. പിന്നാലെ ഓടി വന്ന ദേവയുടെ അവസ്ഥയും അത് തന്നെയായിരുന്നു. ഹാളിലെ ചെയറിലിരുന്ന് തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന തുമ്പിയെ കണ്ടതും രേവതി എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ തന്നെ നിന്നു. അപ്പോൾ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് തുമ്പിയുടെ മനോഭാവം എന്നറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പം നാളെ കൃത്യം 8 മണിക്ക് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ബൈ, താങ്ക് യു.